ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് രാജസ്ഥാനിലെ ബി.ജെ.പി. സർക്കാരിലെ കൃഷി ഗ്രാമവികസന മന്ത്രി കിരോതിലാൽ മീണ രാജിവെച്ചത്. ആ രാജിക്ക് കാരണം കൗതുകകരമായ ഒരു സംഗതിയായിരുന്നു. കിഴക്കൻ രാജസ്ഥാനിലെ 7 ലോക്സഭാ സീറ്റുകളിൽ ഒന്നിലെങ്കിലും ബി.ജെ.പി. തോറ്റാൽ താൻ രാജിവെക്കുമെന്ന് നേരത്തെ പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു. ഫലം വന്നപ്പോൾ 7 സീറ്റുകളിൽ 4 സീറ്റുകളും ബി.ജെ.പി. പൊട്ടി. ദൗസ, കരോളി ധോൾപൂർ, ഡോങ് സവായ് മധോപൂർ, ഭരത്പൂർ എന്നീ 4 സീറ്റുകളിലാണ് ബി.ജെ.പി. നക്ഷത്രക്കല്ലെണ്ണിയത്. എന്നാൽ അതിലാണ് ട്വിസ്റ്റ്. രാജസ്ഥാന്റെ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം, ഈ സീറ്റുകളിൽ തോറ്റത് കൊണ്ടല്ല കിരോതിലാൽ മീണ രാജിവെച്ചതെന്ന്. അതൊരു ഒഴിവുകഴിവ് മാത്രമായിരുന്നു. ലക്ഷ്യം മറ്റെന്തോ ആണെന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുമായുള്ള കിരോതിലാൽ മീണയുടെ ബന്ധം ഏകദേശം വഷളായി കഴിഞ്ഞിരുന്നു. ക്യാബിനറ്റിൽ ഇഷ്ടപ്പെട്ട വകുപ്പ് ലഭിക്കാത്തതിൽ നേരത്തെ തന്നെ കിരോതിലാൽ മീണ രോഷാകുലനായിരുന്നു. ഒടുവിൽ പുള്ളിക്കാരൻ രാജിവെക്കുകയും ചെയ്തു. എന്നാൽ ഇനിയാണ് കളിയുടെ യഥാർത്ഥ ഭാഗം കിടക്കുന്നത്. മീണയുടെ അഭാവം മൂലം പാർട്ടിക്ക് നഷ്ടമായേക്കാവുന്ന സംസ്ഥാനത്ത് ചില സീറ്റുകളുണ്ട്. അത്തരം ചില സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് മീണയുടെ രാജി. ഈ സമയത്ത് ഓരോ വിജയവും ബി.ജെ.പിക്ക് നിർണായകമാണ്. ബി.ജെ.പിക്കെതിരെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അന്തരീക്ഷത്തിൽ ഇനിയൊരു തോൽവി ബി.ജെ.പിക്ക് സഹിക്കാനാവില്ല. എന്നാൽ മീണയുടെ രാജിയിൽ നിന്ന് ബി.ജെ.പി. പാഠം പഠിച്ചു എന്ന് ചോദിച്ചാൽ അതിനൊട്ടുമേ വഴിയുമില്ല. യു.പിയിലും ബീഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിലും ബി.ജെ.പിക്കെതിരെ അതൃപ്തി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് രഹസ്യമായി പറയേണ്ട കാര്യവുമല്ല. പ്രധാനമായും 3 സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളാണ് രാജ്യം ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നത്: രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ. രാജസ്ഥാനിലെ കാര്യമെടുത്താൽ നമ്മൾ നേരത്തെ സംസാരിച്ച മീണയുടെ വിഷയം ഒരു കാരണം മാത്രമാണ്. മീണയുടെ രാജി പ്രാധാന്യമർഹിക്കുന്നുണ്ട്. കാരണം ഇത് മറ്റ് നിരവധി വിമതർക്ക് വഴി തുറക്കും. ഇതുവരെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും പാർട്ടിയിൽ അതൃപ്തി നിലനിന്നിരുന്നു എങ്കിലും രാജിക്കത്ത് വരെ വിഷയം എത്തിയിരുന്നില്ല. രാജസ്ഥാനിൽ മന്ത്രിസഭാ രൂപീകരണം മുതൽ മീണ ദേഷ്യത്തിലായിരുന്നു. കൃഷി, ഗ്രാമവികസന, കാർഷിക വിപണന മന്ത്രാലയത്തിൽ നിന്നും മാറ്റി പഞ്ചായത്ത് രാജ് മന്ത്രിയാക്കിയതിൽ ആദ്യ ദിവസം തന്നെ അദ്ദേഹം അസന്തുഷ്ടനായിരുന്നു. നേരത്തെ ദൗസ ലോക്സഭാ സീറ്റിൽ നിന്ന് സഹോദരൻ ജഗ്മോഹൻ മീണയ്ക്ക് ടിക്കറ്റ് നൽകുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ആ സമയത്തൊക്കെ പ്രതികരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു മീണ. നിലവിൽ രാജ്യത്ത് തുടർച്ചയായ ചോദ്യപേപ്പർ ചോർച്ചയും തകരുന്ന പാലങ്ങളും തകർന്നു വീഴുന്ന എയർപോർട്ട് മേൽക്കൂരയുമൊക്കെ കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിൽ നിർത്തുമ്പോൾ വിമതരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഡിയോലെ ഉനിയാര, ദൗസ, കിൻസർ, ചൗരാസി, ജുൻജുനു എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഈ 5 നിയമസഭാ മണ്ഡലങ്ങളിലും ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ തന്നെയാണ് മത്സരിക്കുന്നത്. ബി.ജെ.പിയുടെ മീണ സമുദായത്തിലെ വലിയ നേതാവാണ് കിരോതിലാൽ മീണ. അദ്ദേഹത്തിൻ്റെ രാജി മീണ സമുദായത്തിലെ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. പല ജില്ലകളിലും അദ്ദേഹത്തിന് നേരിട്ട് സ്വാധീനമുണ്ട്. നിരവധി തവണ അദ്ദേഹം എം.എൽ.എയും എം.പിയുമായിരുന്നതിനാൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സ്ഥിതി മോശമായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഉത്തർപ്രദേശിലെ കാര്യമെടുത്ത് നോക്കിയാൽ കാര്യങ്ങൾ ഒട്ടും ശരിയല്ല എന്ന് മനസ്സിലാക്കും. ബി.ജെ.പി. ശക്തമായ നിലയിൽ ആയിരുന്നിടത്തോളം കാലം ഈ അതൃപ്തി പുറത്തു വരുന്നില്ലെങ്കിലും ഇപ്പോൾ അതിന് മാറ്റമുണ്ട്. യു.പിയിലും 10ഓളം സീറ്റിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ പാർട്ടിയിലെ ചേരിതിരിവ് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയത്തിന് കാരണമായേക്കുമെന്നാണ് വിലയിരുത്തൽ. യോഗി ആദിത്യനാഥിനെതിരെ ഉത്തർപ്രദേശ് നിയമസഭയിൽ 100-ലധികം എം.എൽ.എമാർ പ്രതിഷേധം അറിയിച്ച ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ ബി.ജെ.പിയുടെ ജനപ്രീതിയുടെ ഏറ്റവും ഉയർന്ന കാലഘട്ടമായിരുന്നു അത് എന്നുള്ളതിനാൽ കേന്ദ്ര നേതൃത്വത്തിന് ആ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ കഴിഞ്ഞു. പാർട്ടിക്കെതിരെയോ ഏതെങ്കിലും നേതാവിനെതിരെയോ തുറന്നു പറയാൻ ആരും തയ്യാറായില്ല. എന്നാൽ ഇന്ന് സാഹചര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഉത്തർപ്രദേശിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ തോൽവിക്ക് ശേഷം കഴിഞ്ഞയാഴ്ച കുറഞ്ഞത് 1 ജില്ലകളിലെങ്കിലും ഇത്തരം വാർത്തകൾ വന്നിരുന്നു. ബി.ജെ.പിയുടെ പ്രാദേശിക ഭരണകൂടത്തെ നേതൃത്വം കേൾക്കാൻ തയ്യാറാകുന്നില്ലെന്നും ബി.ജെ.പി. നേതൃത്വത്തിന് ഏകാധിപത്യ സ്വഭാവമാണെന്നും അവർ ആരോപിച്ചു. ലക്നൌവിലെ ഹസ്രത്ത് ഗഞ്ചിൽ പോലീസ് പരിശോധനയിൽ പ്രകോപിതനായ ബി.ജെ.പി. വക്താവ് രാകേഷ് ത്രിപാഠി തൻ്റെ കാറിൽ നിന്ന് ബി.ജെ.പി. പതാകയും വക്താവ് എന്നെഴുതിയ ബോർഡും നീക്കം ചെയ്തു. കാൺപൂരിൽ ഒരു ബി.ജെ.പി. നേതാവിനെതിരെ കേസെടുത്ത സംഭവത്തിൽ ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് രംഗത്തെത്തിയിരുന്നു. പോലീസ് ആത്മപരിശോധന നടത്തണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഏകാധിപത്യ ഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം. തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ സംസ്ഥാനത്തെ 2 ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുത്തിരുന്നില്ല. അതേസമയം ബീഹാറിലും സ്ഥിതിഗതികൾ വ്യത്യസ്തമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് 1 മാസം പോലും ആയിട്ടില്ല. ബീഹാർ എൻ.ഡി.എയിൽ രാഷ്ട്രീയ ചേരിപ്പോര് ആരംഭിച്ചു കഴിഞ്ഞു. മുൻ എം.പിയും മുൻ കേന്ദ്രമന്ത്രിയുമായ അശ്വിനി ചൗബെയാണ് ബി.ജെ.പിയിൽ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത്. ബി.ജെ.പി. പൂർണ്ണ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തണമെന്നും എൻ.ഡി.എ സർക്കാർ രൂപീകരിക്കണമെന്നും മുൻ ബക്സർ എം.പിയായ ചൗബ പറഞ്ഞു.
ഇറക്കുമതി സാധനങ്ങൾ പാർട്ടിയിൽ വച്ചു പൊറുപ്പിക്കില്ലെന്നും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം കേന്ദ്ര നേതൃത്വമായിരിക്കും കൈക്കൊള്ളുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബീഹാറിൽ ജെ.ഡി.യുവുമായി മുന്നണി ബന്ധത്തിലൂടെ അധികാരം പങ്കിടുന്നതിനെ എതിർക്കുകയാണ് അദ്ദേഹം. നിലവിലെ ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി ഉൾപ്പെടെയുള്ള പലർക്കും ജെ.ഡി.യുവുമായി മാനസിക അടുപ്പമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിതീഷ് കുമാർ മഹാസഖ്യവുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ബി.ജെ.പി. സഹായത്തോടെ സർക്കാർ രൂപീകരിച്ചിരുന്നു. നിതീഷ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഉപമുഖ്യമന്ത്രിയും ബീഹാർ ബി.ജെ.പി. അധ്യക്ഷനുമായ സാമ്രാട്ട് ചൗധരി ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു: ബീഹാറിൽ ബി.ജെ.പി. സർക്കാർ രൂപീകരിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ നിതീഷ് കുമാറിന്റെ പിൻബലത്തോടെയാണ് ബി.ജെ.പിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇത് അംഗീകരിച്ചു കഴിഞ്ഞുവെങ്കിലും ബീഹാറിലെ ബി.ജെ.പി. ജെ.ഡി.യു ബന്ധം പുകഞ്ഞ് കത്താൻ പോവുകയാണെന്ന സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്.